കേറിവാടാ മക്കളയിൽ രണ്ടാമത്തെ ചോദ്യം ഒരു ഓഡിയോ ക്വസ്റ്റ്യനാണ്. ഗംഗാതരംഗരമണീയ ജടാകലാപം ഗൗരീ നിരന്തര വിഭൂഷിത വാമഭാഗം. ചോദ്യം: ഈ ശ്ലോകം നീലകണ്ഠൻ എവിടെ നിന്നാണ് ചൊല്ലുന്നത്? എ. ക്ഷേത്രത്തിന് മുമ്പിൽ, ബി. പാട്ടുപുരയ്ക്കലിന് മുമ്പിൽ, സി. മംഗലശ്ശേരി തറവാടിന് മുമ്പിൽ. ക്ഷേത്രത്തിന് മുന്നിൽ. ക്ഷേത്രത്തിന് മുമ്പിൽ. എ. ഞാൻ എടുത്തിട്ട് പൂട്ടി കറക്കി ഇടിച്ച് പിഴിഞ്ഞ് അവിടെ വെച്ച്. ഓക്കെ, ക്ഷേത്രത്തിന് മുന്നിൽ അല്ലെങ്കിൽ എന്നെ പറഞ്ഞേക്കൂ. പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കും. ഓ ശരി ശരി. അപ്പോൾ നമുക്കൊരു പുതിയ ഐറ്റം എന്തെങ്കിലും ഒന്ന് നമുക്കങ്ങോട്ട് കൊടുത്താലോ നമ്മുടെ പ്രേക്ഷകർക്ക്? അതായത് മധുച്ചേട്ടൻ്റെ എന്തെങ്കിലും ഒരു അതിൽ തുടങ്ങി ഒരുപാട് ക്യാരക്ടേഴ്സൊക്കെ ഇൻവോൾവ് ചെയ്ത് വരുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്ടമുള്ള. അല്ല, മധുച്ചേട്ടനിൽ തുടങ്ങുന്ന ഒരു സംഭവം ഉണ്ട്, ചർച്ച, സിനിമാ താരങ്ങൾ തമ്മിലുള്ള ചർച്ച. അതിന്റെ ക്ലൈമാക്സിൽ ചേട്ടൻ വരുന്നതായിട്ടാണ്. എനിക്ക് വലിയ സന്തോഷം. അല്ല, ഞാൻ ധൈര്യമായിട്ട് അത് പറയാമെന്ന് വിചാരിച്ചത് വേറൊന്നുമില്ല. ചേട്ടന്റെ മുമ്പിൽ നിന്ന് എത്ര മാത്രം കളിയാക്കിയാലും ചേട്ടൻ അതൊക്കെ വളരെ ആസ്വദിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ചേട്ടന്റെ ഫിഗർ ചെയ്യുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഈ മറ്റു പ്രോഗ്രാമുകളൊക്കെ കണ്ടിട്ടുണ്ട്. അതൊക്കെ കണ്ട് ചേട്ടൻ അതിഭയങ്കരമായിട്ട് ആസ്വദിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പം ഞാനിത് എഴുതിയത് ഇങ്ങനെ ഇതിന്റെ ക്ലൈമാക്സിൽ ചേട്ടൻ വരുന്ന പോർഷൻ എഴുതിയത് ചേട്ടന്റെ വോയിസ് അത്ര പെർഫെക്ഷൻ അല്ലാന്ന് തോന്നിയോണ്ട് ഞാൻ മാറ്റി വെച്ച സംഭവമാണ്. പക്ഷെ ഏതായാലും ഇന്ന് ഞാൻ എടുത്തിട്ട് പൊട്ടിക്കും. കുറെ സ്റ്റാർ വരുന്നതാണ്, പക്ഷെ അത് ഞാനൊന്ന് ചുരുക്കി 2-3 താരങ്ങളിൽ ആക്കിയിട്ട്. പ്രിയമുള്ളവരെ, മലയാള സിനിമയുടെ 98ാം വാർഷികത്തോടനുബന്ധിച്ച് സിനിമാ താരങ്ങൾ പങ്കെടുക്കുന്ന ഒരു ഗാനമേള ഉണ്ടായിരിക്കുന്നതാണ്. ആരൊക്കെയാണ് എന്തൊക്കെയാണ് പാടാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്. ആരാ ഇവിടെ മുട്ടുകാലിൽ നടന്നു വരുന്നത്? കൊച്ചുപ്രേമനായിരുന്നു. വരണം മിസ്റ്റർ കൊച്ചുപ്രേമൻ. അപ്പയ്യേ, മധുമച്ചമ്പിയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് കേട്ടു. ഇത്തിരി പൊക്കം കുറഞ്ഞു പോയത് കൊണ്ട് ഇങ്ങനെ കളിയാക്കരുത് കേട്ടു. അതൊക്കെ ഇവിടെ നിൽക്കട്ടെ. കൊച്ചുപ്രേമൻ ഏത് പാട്ടാ പാടാൻ പോകുന്നത്? തൊട്ടില്ല മുട്ടിട്ടു വല്ലു മേലാകെ എങ്ങനെയുണ്ട്? വളരെ മനോഹരമായിരിക്കുന്നു. സ്റ്റേജിൽ ഗാനമേള നടക്കുമ്പോൾ ആ പരിസരത്ത് തന്നെ കണ്ടുപോകരുത്. ആരാ ഇവിടെ പാത്തും പതുങ്ങി നിൽക്കുന്നത്? ധൈര്യമായിട്ട് കടന്നു വരൂ. ബാബു നമ്പൂതിരിയായി. വരണം മിസ്റ്റർ നമ്പൂതിരി. ബാക്കിയുള്ളവരൊക്കെ മിണ്ടാതിരി. മലയാള സിനിമയുടെ 98ാം വാർഷികം എന്ന് കേട്ടപ്പോഴേ എൻ്റെ നെഞ്ചൊന്ന് കാളി. പിന്നെ സ്റ്റേജിൽ കയറി പാട്ട് പാടുമെന്ന് പറഞ്ഞപ്പോഴാണ് കത്തിൽ വീണ്ടും കൂടിയത്. എല്ലാവരും പാടുമ്പോൾ ഞാൻ പാടാതിരുന്നാൽ മോശമല്ലേ? അതുകൊണ്ടൊരു ഹിന്ദി പാട്ടങ്ങ് പാടിയേക്കാം. യൂപ്പത്തരാ മസ്താന പ്യാര് മേരാ ദീവാന ബോലുകോയേ ഹം സേന ഹോഗയി. വളരെ മനോഹരമായിരിക്കുന്നു. മേലിൽ ആവർത്തിക്കരുത്. ഏതായാലും ചിരിക്കുട്ടൻ വന്ന സ്ഥിതിക്ക് എൻ്റെ പാട്ട് ഞാനങ്ങ് പാടിയേക്കാം. ഞാനും എൻ്റെ ആളും ആ 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. എന്തോ കപ്പല ഉണ്ടാക്കിയത്? ഇതൊരു 10,000 രൂപയ്ക്ക് വേണ്ടിയില്ലല്ലോ ഈ കപ്പല്. പൂമരം കൊണ്ടുള്ള കപ്പലാകുമ്പോൾ എങ്ങനെയായിരിക്കും? ഏതായാലും പാട്ട് വളരെ മനോഹരമായിരിക്കുന്നു. അതുകൊണ്ട് ലോലപ്പൻ ചേട്ടാ, അടി ഒരു പൂക്കുറ്റി. കപ്പലിലാണേൽ ആ കുപ്പായക്കാരി പങ്കായം പോക്കി ഞാനൊന്ന് നോക്കി. മോനെ മധുക്കുട്ട, ചക്കരെ, അവസാനത്തെ വരി ഒന്നുകൂടൊന്ന് പാടിയേ. പങ്കായം പോക്കി ഞാനൊന്ന് നോക്കി. പങ്കായ ഇത്രയും പൊക്കിയാൽ പോരാ മോനെ, കുറച്ചുകൂടെ പൊക്കണം. എൻ്റെ കയ്യിലിരിക്കുന്നത് കുറച്ച് പഴയ പങ്കായമാണ്. ഇത്രേ പൊക്കാൻ പറ്റൂ. എല്ലാത്തിനെയും കൊന്നുകളയാൻ ഞാൻ. ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ എ. ക്ഷേത്രത്തിന് മുന്നിൽ ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. വീണ്ടും 2000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. ഇപ്പൊ 4000 രൂപ അക്കൗണ്ടിൽ എത്തിച്ചേർന്നു കഴിഞ്ഞു. അതാണല്ലോ അതിന്റെ ഒരു ഇത്. കേറിവാടാ മക്കളയിൽ ഇതാ 3ാമത്തെ ചോദ്യം. ശ്രദ്ധിക്കുക, ഒരു വീഡിയോ.
നീലകണ്ഠ, ഒന്നും ഇവിടെ അവസാനിച്ചു എന്ന് കരുതണ്ട, തുടങ്ങണേ ഉള്ളൂ. എനിക്കും ഒരു ദിവസമുണ്ട്, ബാക്കി നമുക്ക് അന്ന് പറയാം. ശ്രദ്ധിച്ചല്ലോ, ലാസ്റ്റ് തെലുങ്ക്. ലാസ്റ്റിലത്തെ ഒരു കുഴകുഴാന്നാക്കിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു തെലുങ്ക്. അതാണ് ഇതിന്റെ ചോദ്യം. ഇതിൽ നെപ്പോളിയൻ പറഞ്ഞിരിക്കുന്ന സംഭാഷണം എന്താണ്? ലാസ്റ്റിൽ കേട്ടല്ലോ, ഒരു അവ്യക്തമായി പറഞ്ഞ് ഫിനിഷ് ചെയ്യുന്നത്. അതിനധികം വൈകില്ല, ഓർമ്മ വെച്ചു, നിന്റെ സമയമായി. ഇനി എന്റെ കളിയാണ് നീലകണ്ഠ. ഒരു കാര്യം ചെയ്യാം, കറക്കി കുത്തി ഞാൻ അങ്ങ് പറയാം. ചുമ്മാ കുത്ത്. ഏതായാലും നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എയിലങ്ങ് കുത്താം. അതിനധികം വൈകില്ല, ഓർമ്മ വെച്ചു. ഞാൻ എടുത്തിട്ട് പൂട്ടിയിരിക്കുന്നു. സിറാജ് ഓർമ്മ വെച്ചു. നസീർ സാറിനെ ഒരുപാട് ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ഒത്തിരി സ്റ്റേജുകളിൽ ഞാനും കണ്ടിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ സ്റ്റേജിൽ അനുകരിച്ചിട്ടുള്ളത് നസീർ സാറിനെയാണ്. കാര്യം അന്ന് തൊട്ടേ നസീർ സാറിനെ പറഞ്ഞു തുടങ്ങിയത്. അതെ, അന്ന് തൊട്ടേ ഞാൻ പറഞ്ഞു തുടങ്ങിയതാണ്. അപ്പൊ നമുക്ക് നസീർ സാർ ഈ പറയാം നേടാം അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു 10 വാക്ക് സംസാരിക്കുന്നത്? ഒത്തിരി പറയാനും ഒരുപാട് നേടാനുമുള്ള ഒരു പരിപാടിയാണ് മിസ്റ്റർ MG ശ്രീകുമാർ അവതരിപ്പിക്കുന്ന പറയാം നേടാം പണം നേടാം എന്നുള്ളത്. ഈ പരിപാടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നറിഞ്ഞതിൽ എനിക്കൊരുപാട് സന്തോഷമുണ്ട്. ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്കും അമൃത TVക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. അപ്പം നസീർ സാറിനെ കൊണ്ടുവന്ന് പറയിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതിനധികം വൈകില്ല, ഓർമ്മ വെച്ചു. ഞാൻ എടുത്തിട്ട് പൂട്ടി വെച്ചിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ പൂട്ടഴിക്കാൻ പോകുന്നു. പ്രശ്നമാണല്ലോ സിറാജെ. പോയാ അല്ല, ഞാൻ പറഞ്ഞല്ലേ കറക്കി കുത്താനേ എനിക്ക് പറ്റൂ. പക്ഷെ അതൊരു 1.5 കുത്താണ് സിറാജെ. എന്ത് പറ്റി? ഉത്തരം ശരിയാണ്. വീണ്ടും 2000 രൂപ സമ്മാനമായിട്ട് ലഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ 6000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞു. അതാണ് ഇതിന്റെ ഒരു